എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലേക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം. 3ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനായിട്ട് ഡിസംബർ 15-ാം തീയതി രാത്രി 11:59 PM വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 10/12/2024 വിജ്ഞാപന പ്രകാരവും ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും ആവശ്യ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. എന്നിരുന്നാലും പുതുക്കിയ കേരള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ മാത്രമേ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. ഓൺലൈൻ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം വെബ്സൈറ്റ്, അതായത് c.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്ത ശേഷം സ്റ്റേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നികത്തപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ കോളേജിലേക്കും കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടേണ്ടി വരും. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ് നഷ്ടമാകും. അലോട്ട്മെൻറ്റ് നടക്കാത്ത കാറ്റഗറി സീറ്റ്, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളും ഈ ഒരു അവസരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇനി സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നോക്കാം. 3rd അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ 1ാം ഘട്ട സ്റ്റേ വേക്കൻസി, 2ാം ഘട്ട സ്റ്റേ വേക്കൻസി, 3ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളെ തുടർന്ന് കോളേജിൽ അഡ്മിഷൻ നേടിയവർക്ക് 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ 3ാം ഘട്ട അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ 1ാം ഘട്ട സ്റ്റേ വേക്കൻസി, 2ാം ഘട്ട സ്റ്റേ വേക്കൻസി, 3ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്തവർക്കും ഈ ഒരു 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 1ാം ഘട്ട സ്റ്റേ, അതുപോലെ തന്നെ 2, 3 സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നവരുമായവർക്ക് 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ 11/12/2024 AACCC നൽകിയ ഈ ഒരു ഇനെലിജിബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കുന്ന സീറ്റുകളിൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. രജിസ്ട്രേഷൻ ഫീസ്. 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ പറയും പ്രകാരം രജിസ്ട്രേഷൻ ഫീസ് ബാധകമായിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് അടക്കേണ്ടതാണ്. അപ്പോൾ 4ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ മാത്രം ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് 10,000 രൂപ, അതായത് 10,000 രൂപ വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ടതാണ്. SC, ST, OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OECക്ക് ആനുകൂല്യമായിട്ടുള്ള, അതായത് OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കും, അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, അതുപോലെ ജുവനിൽ ഹോം, അതുപോലെ തന്നെ നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും 500 രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ടത്. പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന സ്റ്റേ വേക്കൻസി രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കപ്പെടും. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു സൗകര്യം ലഭ്യമാവുള്ളൂ. ഒരിക്കൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു രജിസ്ട്രേഷൻ ഫീസിൽ ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിക്കുന്നതല്ല. അതിനാൽ രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കുന്നതിനായിട്ട് നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുക അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സുകളുടെ ഫീസ് ഇനത്തിൽ വകയിരുത്തുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഫീസ് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ അവസാനിച്ച ശേഷം തിരികെ നൽകുന്നതാണ്. സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെയും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെയോ മുൻ അലോട്ട്മെൻറ്റുകളിലൂടെയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുന്ന വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായ
ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ഫീസായിട്ട് കണക്കാക്കുന്നതും തിരികെ നൽകുന്നതും അല്ല. ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസിലെ ക്ലോസ് 12.2.4 പ്രകാരമുള്ള പേയും ഈടാക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്നുറപ്പുള്ള കോളേജുകളിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻ ആയിട്ട് നൽകാവൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫീസ് എന്ന് പറയുന്നത് 2024-25 അധ്യയന വർഷത്തെ ഈ ഒരു ഫീസ് നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 2023-24 വർഷത്തെ ഫീസ് ആണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 2024-25 വർഷത്തെ ഫീസിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല തുകയും വരുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾ ആ ഒരു സമയത്ത് അടയ്ക്കേണ്ടതായിരിക്കും. അതുപോലെ തന്നെ SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അഡ്മിഷൻ സമയത്ത് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ലഭിക്കുന്ന പക്ഷം ഫീസ് ഇളവിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡിസംബർ 15-ാം തീയതി രാത്രി 11:59 PM വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. ഡിസംബർ 16-ാം തീയതി താൽക്കാലിക അലോട്ട്മെൻറ്റും 17 അന്തിമ അലോട്ട്മെൻറ്റ് അതായത് മെയിൻ അലോട്ട്മെൻറ്റും അതുപോലെ ഡിസംബർ 18 മുതൽ 20-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള ഫീസ് ബാക്കി തുക ബാധകം ആണ് എങ്കിൽ അടച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CEയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, അതായത് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.